ഇവർ ആരും തന്നെ ഇപ്പൊ പറയുന്ന അമ്മ എന്ന് പറയുന്ന സംഘടനയോ ഫെഫ്ക എന്ന് പറയുന്ന സംഘടനയോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ ഇവരാരും അവളെ ഒന്ന് പോയി കാണാനോ അവളെ ആശ്വസിപ്പിക്കാനോ 8 വർഷമായിട്ട് ഇവർക്കാർക്ക് സമയം കിട്ടിയിട്ടില്ല. അതിനുള്ള മനസ്സ് ഇവർക്കുണ്ടായി. അതാണ് എന്റെ മര്യാദ. അത് തെമ്മാടിത്തരമല്ലേ? അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? തെമ്മാടിത്തരമെന്ന് ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? ഒരു പെൺകുട്ടിയുടെ വിഷയത്തിൽ കുറ്റാരോപിതനായിരിക്കുന്ന ആള് അംഗമായ സംഘടനയിൽ എനിക്കും അംഗമായി തുടരാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. ഇഷ്ടമില്ലാത്തടത്ത് പറ്റിക്കൂടുന്ന ടൈപ്പ് അല്ല ഇരമണൻ. അഭിമാനം വിറ്റ് തിന്നുന്നവനല്ല. അതുകൊണ്ട് ഈ കർഷക സംഘത്തിൽ നിന്നും ഞാൻ രാജിവെക്കുക. ഇനി അങ്ങോട്ട് ഞാനില്ല, പോയോടത്തോളം മതിയായി. ഈ അതിജീവിതയുമായി താങ്കൾ സംസാരിച്ചുവെന്നും നേരിട്ട് കണ്ടുവെന്നും ഒക്കെയാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ മുഴുവനും ഞാൻ അതിജീവിതയോടൊപ്പം തന്നെ ആയിരുന്നു. ആര് മുങ്ങിയാലും ഈ PC പെരുവണ്ണാപുരം കൂടെ ഉണ്ടാവും. ഈ കാര്യത്തിൽ എന്റെ മനസ്സലി ഞാനൊരു മനുഷ്യനല്ലേ? അല്ലടാ അല്ലടാ ആണ്. എന്റെ കാര്യം തന്നെ ഞാൻ വേറെ ആളോട് ചോദിക്കണേ? അല്ലടാ. ഈ പറയുന്ന തീർച്ചയായിട്ടും WCC അവളോടൊപ്പമുണ്ട്. പുരുഷന് അഹങ്കാരം പാടില്ല. സ്ത്രീ പുരുഷന്റെ അടിമയല്ല. വിടില്ല ഒന്നിനെയും ഞാൻ. ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു പാസ്റ്റിലെ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ചില കണ്ണികൾ, അതാ അവൾക്കിപ്പോ നിങ്ങളുടെ മകളും നിങ്ങളും ഒക്കെ. എനിക്കിനി അവൾക്ക് കൊടുക്കാനുള്ളത് ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്യൂച്ചറാണ്. ഇവരെ ശിക്ഷിക്കാൻ ഈ നീതിപീഠത്തിന് കഴിയില്ലെങ്കിൽ ഇവരെ വെറുതെ വിടാൻ ഞാൻ അനുവദിക്കില്ല. ഞാനിത് ചോദിക്കില്ല എന്ന് വിചാരിച്ചതാണ്. പിള്ളേരല്ലേ പുണ്ണാക്കല്ലേ എന്ന് വിചാരിക്കും തോറും തലേ കയറി പൊറോട്ടടിക്കുക. അതിജീവിതയ്ക്കൊപ്പം എന്ന് പറയുന്ന ആളുകൾ ഈ വേടന്റെ കാര്യം വന്നപ്പോ ആരുടെ കൂടെയാ നിന്നത്? അല്ല, നിയമം എല്ലാവർക്കും ബാധകമാണല്ലോ. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. അതിജീവിതയ്ക്കൊപ്പം എന്ന് പറയുന്ന ആളുകൾ ഈ വേടന്റെ കാര്യം വന്നപ്പോ ആരുടെ കൂടെയാ നിന്നത്? ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. കോട്ടപ്പള്ളിക്ക് മനസ്സിലായോ? എങ്കിലും പറഞ്ഞു നാട്ടെ. ഈ വേടന്റെ കാര്യം വന്നപ്പോ ആരുടെ കൂടെയാ നിന്നത്? അല്ല, അത് പിന്നെ വേടൻ മുൻകൂർ ജാമ്യത്തിൽ നടക്കുകയല്ലേ? അവിടെ ഒരു അതിജീവിത ഇല്ലേ? എനിക്കറിയില്ല. കേൾക്കാത്തതോ അതോ കേട്ടില്ല എന്ന് നടിക്കാൻ തീരുമാനിച്ചു. ഈ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്ന ഒരു തെമ്മാടിക്കാണ് നിങ്ങൾ സംസ്ഥാന അവാർഡ് കൊടുത്തത്. എന്നെ പഴക്കാണ് ഇത്, എന്നെ പഴക്കം ഇത്. എന്നിട്ട് അതിജീവിതയ്ക്കൊപ്പം എന്ന് പറയുന്നു. നാണമില്ലേ നിങ്ങൾക്കൊക്കെ? മുഖ്യമന്ത്രി വന്നിട്ട് അങ്ങേരും അതിജീവിതയ്ക്കൊപ്പം എന്ത് തേങ്ങ? അമ്മാതിരി കമന്റ് വേണ്ട കേട്ടോ. നിങ്ങൾ ആളെ വിളിച്ചാൽ മതി. ഈ വേടന്റെ കാര്യത്തിലെ അതിജീവിതയ്ക്ക് വേണ്ടി ആരും സംസാരിക്കാത്തത് എന്താ? എന്താ പറ, എനിക്കറിയില്ല. ഒരു മനുഷ്യനില്ല. എന്തൊരു കാപട്യമാണ് കേരളത്തിൽ നടക്കുന്നത്. അതാണ് ലോകം. നമ്മൾ മനസ്സിൽ പോലും കരുതാത്ത ചില ശവങ്ങളായിരിക്കും ചിലപ്പോ നമ്മുടെ ശത്രുക്കൾ, അല്ലേ സാറേ? അതെ അതെ. ഇപ്പൊ ഈ അതിജീവിതയ്ക്കൊപ്പം പ്രസംഗിക്കുന്നവരെ കൊണ്ട് മനുഷ്യന് വഴി നടക്കാൻ മേല. അതിജീവിതയ്ക്കൊപ്പമുണ്ട് ഞങ്ങൾ. കണ്ടില്ലേ? അതും ഒരു അതിജീവിതയല്ലേ? സിനിമാ നടിയല്ലെന്നല്ലേ ഉള്ളൂ. ഇതിനകത്തെ ഒരു ത്രില്ലില്ല. ആ പാവത്തിന്റെ കൂടെ ആരും നിൽക്കുന്നില്ല. മാത്രമല്ല അവരെ പീഡിപ്പിച്ച ആള് യോഗ്യൻ, മാന്യൻ, മുൻകൂർ ജാമ്യത്തിൽ നടക്കുന്നവൻ. എന്തത് വായിൽ നാവണ്ടോന്ന് നോക്കിയതാ. ഇത്രയൊക്കെ കേട്ടിട്ട് ഒരു അക്ഷരം മിണ്ടണമല്ല. അവന് സംസ്ഥാന അവാർഡ് കൊടുത്തിരിക്കുന്നു. എന്നിട്ട് അതിജീവിതയെ പറ്റി പറയുന്നു. സംസ്കാരം ഇത്രയും കാപട്യം നിറഞ്ഞ ഒരു സമൂഹം കേരളത്തിലല്ലാതെ വേറെ എങ്ങും കാണാൻ പറ്റില്ല. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഇവിടുത്തെ ക്രമസമാധാന നില ആകെ താറാറിലായിരിക്കുന്നു. നിപ്പച്ചന് മനസ്സിലായില്ലേ? ഈ അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞ് ക്യാമ്പയിൻ നടത്തുന്നത് മുഴുവൻ കാവടികന്മാരാണ്. അല്ലെങ്കിൽ ഈ വേടന്റെ കാര്യം വന്നപ്പോ ഇവര് ശബ്ദം ഉയർത്തണമായിരുന്നു. നീ വലിയ ഗുണ്ടല്ലേ, എന്നിട്ട് എന്താ പ്രതികരിക്കാഞ്ഞേ? എടാ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്. ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്ന ഒരു അധമനെയാണ് ആഘോഷിക്കുന്നതെന്ന് നന്നായിട്ട് അറിഞ്ഞുകൊണ്ടാണ് ഇവരെല്ലാം കൂടെ വേടനെ പൊക്കിക്കൊണ്ട് നടന്നത്, ഇപ്പോഴും പൊക്കിക്കൊണ്ട് നടക്കുന്നത്. എനിക്കങ്ങ് ചൊറിഞ്ഞു കയറി വന്നതാ. പിന്നെ ഞാൻ എന്തെങ്കിലും തറുതല പറഞ്ഞ കൊച്ചമ്മയ്ക്കല്ലയോ അതിന്റെ നാണക്കേട്. അതുകൊണ്ട് കമാന്നൊരക്ഷരം ഞാൻ മിണ്ടിയില്ല. അപ്പോൾ വേടനെ നിങ്ങൾക്ക് പല ആവശ്യങ്ങളുണ്ട് വേടനെ കൊണ്ട്. അപ്പൊ വേടൻ യോഗ്യനായി. അവനൊരു സാധുവാണെന്നേ. തെറ്റ് ആരുടെ ഭാഗത്തായാലും സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിച്ചു. പരസ്പരം എല്ലാ വിഷമങ്ങളും പറഞ്ഞു തീർത്തു. അവൻ വെറും പാവാ മോനെ, ശുദ്ധപാവം. എന്നാ നീ നിന്റെ അമ്മേനെ അവന് കെട്ടിച്ചു കൊടുക്കടാ, എന്നിട്ട് അച്ഛാന്ന് വിളിക്കൂ. ഇവിടെ ദിലീപ് വെറുക്കപ്പെട്ടവനായി. കാരണം നിങ്ങൾക്ക് ചില കാര്യങ്ങളുണ്ട് ദിലീപിനെ അകറ്റി നിർത്താൻ. മതി,
ഇവിടെ നിന്ന് അങ്ങോട്ട് അവൻ നമ്മളോടൊപ്പം വേണ്ട. ഈ നിമിഷം മുതൽ അവനായിട്ടുള്ള സകല ബന്ധം നമുക്ക് ഉപേക്ഷിക്കണം. നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ. നീ തീർന്നടാ, നീ തീർന്നു. എല്ലാം കണ്ടല്ലോ നീ. ഇതൊക്കെ എവിടുത്തെ പ്രശ്നം? ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് സത്യത്തിൽ എന്താ ഉദ്ദേശിക്കുന്നത്? വേടൻ ഫോറിനിൽ പോയത് ആരും അറിഞ്ഞില്ല. വേടൻ ഡെപ്പോസിറ്റ് ചെയ്ത പാസ്പോർട്ട് കോടതിയിൽ നിന്ന് തിരിച്ചു വാങ്ങിയത് ആരും അറിഞ്ഞില്ല. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, നാട്ടുകാർക്ക് ഒട്ടും മനസ്സിലാവില്ല. എനിക്ക് പാസ്പോർട്ടൊന്നും തരണം, എനിക്ക് ഫോറിനിലൊരു പ്രോഗ്രാം ഉണ്ടെന്ന് കോടതി അതും അനുവദിച്ചു. അതുകൊണ്ട് ഇപ്പൊ എന്താ? വേടൻ മുൻകൂർ ജാമ്യത്തിൽ നടക്കുകയല്ലേ. ഇത് ദിലീപ് ആയിരുന്നെങ്കിൽ എന്തെല്ലാം ബഹളം നടന്നേനെ. വേടനായതുകൊണ്ട് ആരും അറിഞ്ഞില്ല. ഈ നാട് നന്നാവില്ല, ഒരു കാലത്ത് നന്നാവില്ല. എനിക്ക് തോന്നുന്നു ആ അവാർഡ് ഫംഗ്ഷനിൽ ഭാഗ്യലക്ഷ്മി ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? ഇതേ ഭാഗ്യലക്ഷ്മി വേടനൊപ്പം ഒരു സ്റ്റേജിലുണ്ടായിരുന്നു. പണി പിന്നെയും പാളി. ആ വേടന്റെ കയ്യിൽപ്പെട്ട് മുറിവേറ്റ് ജീവിതം തൊലഞ്ഞ ഒരു അതിജീവിത ഉണ്ടായിരുന്നു. ഭാഗ്യലക്ഷ്മി അത് കണ്ടില്ല. ഓഹോ, എന്നിട്ടാണ് നിന്നെ ന്യായം പറയണത്? പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. മോശമായിപ്പോയി, വളരെ മോശമായിപ്പോയി. സംഗതി അതൊന്നും അല്ല കേട്ടോ. ഭാഗ്യലക്ഷ്മി ഇമോഷണലി ഈ അതിജീവിതമായിട്ട് അറ്റാച്ച്ഡ് ആണ്. മറ്റേ അതിജീവിതയുടെ കാര്യമേ ഭാഗ്യലക്ഷ്മിയുടെ മനസ്സിൽ തലയിൽ കയറില്ല. പുതുതായിട്ട് പലതും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോഴല്ലേ ചിലതൊക്കെ മനസ്സിലായി വരുന്നത് അല്ലേ? ഞാനിത് ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ, അല്ലാതെ ഭാഗ്യലക്ഷ്മി ഒരു ദുഷ്ടയാണെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ഞാനീ പറയുന്നത്. വീണ്ടും നിങ്ങളോ? കേരളമാകെ ഒറ്റക്കെട്ടായി അതിജീവിതയ്ക്കൊപ്പമുണ്ട്. ഇനി എനിക്ക് നിന്നോട് 4 വർത്താനം പറയാനുണ്ട്. എന്റെ നാക്കെ ഇറങ്ങിപ്പോയിന്ന നിന്റെ വിചാരം? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു അതിജീവിതയെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആഘോഷിക്കും. അല്ലാത്ത അതിജീവിതയ്ക്കൊന്നും നാണവും ഇല്ല, മാനവും ഇല്ല. അവരെ പീഡിപ്പിച്ചവനെ നിങ്ങൾ ആഘോഷിക്കും. അനാവശ്യം പറയരുത്. ആവശ്യത്തിനുള്ളത് പോലും പറഞ്ഞില്ലല്ലോ. ഈ അതിജീവിതയ്ക്കൊപ്പം ഇരയ്ക്കൊപ്പം എന്നൊക്കെ പറയുന്നത് ശുദ്ധ കള്ളത്തരവും കാപട്യവുമാണ്. ഈ നടന്നതൊക്കെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഇവനൊക്കെല്ലാമേ തെരിച്ചു പോച്ചാ. പോപ്പുലറായിട്ട് കിട്ടാനായിട്ട് പറയുന്ന ഒരു പറച്ചിലാണ്, അല്ലാതെ ഇതിനകത്ത് ഒരു സാങ്കത്യവുമില്ല. ഒരു വൃത്തികെട്ട പൊറാട്ട നാടകമാണെന്ന് മനസ്സിലാക്കാൻ പോലീസിന്റെ ഇൻട്രിഗ്യൂഷനോ വക്കീലിന്റെ സ്പെക്യുലേഷനോ വേണ്ട. 4ാം ക്ലാസും ഗുസ്തിയും അല്പ കോമൺ സെൻസും മാത്രം മതി. എന്തൊരു കഷ്ടമാണ്! എങ്ങോട്ടാണ് ഈ സമൂഹത്തെ കൊണ്ടുപോകുന്നത്? കാപട്യത്തിനും ഒരു അതിര് വേണമല്ലയോ? എന്തിനും വേണം ഒരു മര്യാദയൊക്കെ. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഇതിവിടെ ഇരിക്കട്ടെ, ഞാനൊന്ന് കിടക്കട്ടെ.